ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിബീസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കേ ഇന്നൊരു പോട്ടിക്കറി വെച്ചാലോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോട്ടിക്കറി. നമ്മൾ ഷാപ്പിലൊക്കെ പോയി പോട്ടിക്കറിയൊക്കെ കഴിക്കുമായിരുന്നു. കുറച്ചാളായിട്ട് കഴിച്ചിട്ടില്ല. പിന്നെ നേരത്തെ എൻ്റെ സുഹൃത്തിനൊക്കെ കശാപ്പുണ്ടാകുന്ന സമയത്ത് ബിജുകുമാറിനൊക്കെ ഞങ്ങൾ പോട്ടിയൊക്കെ എടുത്ത് ശരിയാക്കി നല്ല വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് കറിയൊക്കെ വെച്ച് കപ്പയൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു. നമുക്ക് അതുപോലെ ഒരു അടിപൊളിയായിട്ട് പോട്ടിക്കറി വെച്ചാലോ? ഇതൊരു 1/2 കിലോ പൂട്ടിയാണേ. നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 8 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളത്തിൽ ഒരു 2 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് സ്മെല്ലൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കി വെച്ചേക്കുവാണ്. പിന്നെ അതിനാവശ്യമായ സാധനങ്ങൾ സവോള ഒരു 1.5 സവോളയേ ഉള്ളൂ. പിന്നെ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങ ഒരു അരമുറി തേങ്ങ, അരമുറി ഇല്ല, ഏകദേശം അരമുറി തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ട് പിന്നെ ഒക്കെ പൊടികളാണ് നമുക്ക് വഴിയെ കാണാം. അപ്പം നമുക്ക് എങ്ങനെ വെച്ചാൽ അത് ചെയ്തേക്കാം. നമുക്കത് ഈ കുക്കറിനകത്തിട്ട് ഈ പോട്ടി ഒന്ന് വേവിച്ചെടുക്കാം. കാരണം പോട്ടിക്ക് നല്ല വേവുള്ളതാണ്. നമുക്കൊരു 7 വിസിൽ 8 വിസിൽ വേണം ഒന്ന് വേകാൻ വേണ്ടി. നമുക്ക് ഈ കുക്കറിനകത്തിട്ട് ചേർക്കാം. നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് നാടൻ കരിവേപ്പില. അപ്പോൾ ചെറുതാണ്, അപ്പോൾ നമ്മളെ കരിവേപ്പില മൊത്തത്തോടെ ഇടുവാണേ. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇപ്പം മുളക് പൊടിയും കൂടെ ചേർക്കുവാണേ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് നല്ലതായിട്ട് തിരുമാം. സവോളയൊക്കെ ഒന്ന് ഉടയണം. പിന്നെ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിച്ച് ഒരു 8 വിസിൽ അടിക്കുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ പോട്ടി 8 വിസിൽ അടിച്ചിട്ടുണ്ട്. 4 വിസിൽ ഹൈ ഫ്ലെയിമിലും 4 വിസിൽ ലോ ഫ്ലെയിമിലും ആണ് അടുപ്പിച്ചേക്കുന്നത്. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യമേ നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കാവേ. അതിൽ വെള്ളമയൊക്കെ ഒന്ന് പോട്ടെ, എന്നിട്ട് ഓഫാക്കി ചെയ്യാം. ഇപ്പോൾ ഉള്ളിൽ വെള്ളമയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഒന്ന് ചെറുതായിട്ട് നടക്കി കൊടുക്കാവേ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലേ പെട്ടെന്ന് ചോട്ടി പിടിക്കുവേ. മതി, ആ വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. അത്യാവശ്യം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ തേങ്ങ വഴറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു മസാല ചേർക്കാവേ. മസാല ഇടാന്ന് പറഞ്ഞാൽ പൊടികൾ, മല്ലിപ്പൊടി ചേർക്കാവേ. ടീസ്പൂണിനാണേ, ഒരു 1.5 സ്പൂണേ. മഞ്ഞൾപ്പൊടി ലേശം ചേർത്തേക്കാം. മുളക് പൊടി ചേർക്കുവാണേ. ഒരു 2.5 സ്പൂണ്. ഈ ചെറിയ സ്പൂണായതാണ് പറയുന്നത്, 2.5 സ്പൂണേ. ഗരം മസാല പൊടിച്ച് വെച്ചേക്കുന്ന വീട്ടിലെ അതൊരു 1 സ്പൂണ്. അതോടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാവേ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ. കണ്ടോ, നല്ല വൃത്തിയായിട്ട് അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. കാണിക്കാവേ, കണ്ടോ. അപ്പോൾ നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഉരുളി ചൂടായിട്ടുണ്ടേ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടേ. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഇട്ട് കൊടുക്കുകയാണേ. വലിയ ജീരകമേ.
ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പോട്ടി നല്ലതായിട്ട് വെന്തിരിപ്പുണ്ട്. ഇത് കണ്ടോ, അത് നമുക്ക് അതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായി തിളച്ചോട്ടെ. കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി അരപ്പേ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇതിപ്പോൾ ഷാപ്പിലും ചായക്കടയിലും കിട്ടുമെന്ന് വെച്ചാൽ മുളക് കിട്ടുമ്പോൾ മുളക് പൊടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഒന്ന് പലരും പല രീതി ചെയ്യൂതേ. നമുക്കിന്ന് തേങ്ങ ഒന്ന് വറുത്തരച്ച് ചെയ്ത് നോക്കുന്നതാണ്. ഒന്ന് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് വേവിക്കാവേ. ഇത് ഓൾറെഡി വെന്തതാണ്, എങ്കിലും ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആയിക്കോളൂ. ഒരു 10 മിനിറ്റ്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാവേ. അടിപൊളി, എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട, എന്താ മണം, അടിപൊളി. ഇനി നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സൂപ്പർ. ഇനി നമുക്ക് അതിനകത്ത് അത്യാവശ്യം ഒരു സാധനമുണ്ട്, ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടിയാണ് പിന്നെ വേണ്ടത്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നല്ലതായിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. ഒരു അലങ്കാരത്തിന് 2-3 കരിയാപ്പില അങ്ങ് വെക്കുക. വാവ്, സൂപ്പർ. നമ്മുടെ അടിപൊളി വറുത്തരച്ച ബോട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. പിന്നെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും കണ്ടാൽ മാത്രം പോരാ, ഇതിനൊന്ന് ഉണ്ടാക്കി നോക്കണം.